ഹായ് ഹലോ നമസ്കാരം. ഞാനിന്ന് നിൽക്കുന്നത് ലുലു മോളിലാണ്. ഞാൻ ഫുട്ബോൾ കളിക്കാനല്ല വന്നത്, പക്ഷേ ഇവിടെ കുറച്ച് കൊച്ചു കുട്ടികളുടെ ഫുട്ബോൾ കളി കാണാനാണ് ഞാൻ വന്നത്. ഒരു സൗഹൃദ മത്സരമാണ്. സമഗ്ര ശിക്ഷ കേരളത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ഒരു സൗഹൃദ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. സ്നേഹതീരം റെസിഡൻഷ്യൽ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ കുറച്ച് കൊച്ചു കൂട്ടുകാരെ പരിചയപ്പെടാം. അവർ ഫുട്ബോളിന് മാത്രമല്ല, കായികപരമായിട്ട് മാത്രമല്ല, പാടുന്നവരുണ്ട്, ഡാൻസ് കളിക്കുന്നവരുണ്ട്. എന്തായാലും നമുക്ക് അവരുടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് നമുക്ക് പോകാം. മോഹൻലാൽ എങ്ങനെ? അപ്പൊ ദേവനന്ദ നമുക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടുന്നതായിരിക്കും. ഏത് പാട്ടാ ദേവനന്ദ? പാലോം പാലോം. ഓക്കെ, തുടങ്ങിക്കോ. പാലോം പാലോം നല്ല നടപ്പാലം, അപ്പൻ്റെ കയ്യോം പിടിച്ച് നടക്കണ നേരം, ആയൊരു പാലത്തിൻ്റെ തോണി നിന്നും പൊന്നോ എന്നൊരു വിളിയും കേക്ക്. എന്താണപ്പാ ഒരു വിളിയും കേക്ക്, എൻ്റെ അമ്മ വിളിക്കണൊരൊച്ച പോലെ. അടുത്തത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ദേവികയാണ് അല്ലേ? ദേവിക ഏത് സ്കൂളിലാണ്? കോട്ടൺ ഹിൽ സ്കൂളിൽ. ഓക്കെ, ദേവിക നല്ല മനോഹരമായിട്ട് പാടുമെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ദേവിക ഇന്ന് പൊളിക്കും. അപ്പോൾ ഓക്കെ, നമുക്കൊരു പാട്ട് പാടിയാലോ? ഓക്കെ, അപ്പോൾ തുടങ്ങിക്കോ. സുന്ദരി കണ്ടാൽ നല്ല സേതി, എന്നയെ കൊണ്ടേനതക്കാക ജന്മമേ. എന്തായാലും ദേവിക നല്ല അടിപൊളി, നല്ല സുന്ദരിക്കുട്ടി തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു പാട്ടാണ് നമുക്ക് വേണ്ടി പാടിയിരിക്കുന്നത്. അപ്പോൾ ദേവിക, താങ്ക് യു. ഉപജില്ലയിൽ ഫസ്റ്റ് കിട്ടിയ സ്റ്റോറിയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ദേവസേന പറയുന്നത്. അപ്പോൾ പറഞ്ഞോളൂ. എനിക്ക് കഥ ഭയങ്കര ഇഷ്ടമാണ് ദേവസേന. ദേവസേന എഴുതിയതല്ലേ? മലയാളമാണ്. പ്രത്യേകിച്ച് ദേവസേനയ്ക്ക് നമ്മളുടെ മലയാള ഭാഷയോടാണ് കൂടുതൽ താല്പര്യം എഴുതാൻ അല്ലേ? ഞാൻ വായിക്കാറും മലയാളമാണ് കൂടുതലും. വായിക്കുന്ന മലയാളമാണ്. അപ്പോൾ കഥ നമുക്ക് തുടങ്ങാം. പറഞ്ഞു. എനിക്ക് കിട്ടിയ വിഷയം തന്നെയാണ് ഞാൻ കഥയ്ക്ക് പേരിട്ടത്. എന്താന്ന് വെച്ചാൽ ജന്മദിനം എന്നാണ് വിഷയം. അപ്പം ഞാൻ ഇത് എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടിക്ക് ജന്മദിനമാണ്. അന്നേ ദിവസം അവൾ എഴുന്നേറ്റപ്പോൾ അച്ഛനും അമ്മയും അവളെ ഹാളിൽ സ്വീകരണ മുറിയിൽ കൊണ്ടുപോയി. ഈ പറഞ്ഞ പോലെ മേശയിൽ വിരിയൊക്കെ വെച്ച് എൻ്റെ മടക്കി കേക്കൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷമേകുമ്പോൾ നമുക്കും ഇരട്ടി സന്തോഷമാകും എന്നതാണ് എൻ്റെ ഗുണപാഠം. അപ്പോൾ അടിപൊളി ഗുണപാഠം. മോളുടെ മനസ്സുപോലെ തന്നെ നല്ലൊരു കഥ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ ഓക്കെ. മോഹൻലാൽ എങ്ങനെ? ഓക്കെ, ഇനി അടുത്തത് വിട്ട് കൊടുക്കില്ല നമ്മുടെ ഉമ്മൻചാണ്ടി. ഈ കാലേ കൊല്ല പുല്ല ഇങ്ങനെയാ കൊടുക്കുക. രജനീകാന്ത് നമ്മുടെ ഭാഷ മാണിക് ഭാഷ. ഓക്കെ, അടിപൊളി. അല്ല, ഇനി ഏത് കവിതയെ ചൊല്ലാൻ പോന്നേ? ഒരു പാട്ട് പിന്നെയും പാടി നോക്കുന്നത്. ഓക്കെ, അപ്പൊ ചൊല്ലും. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. അപ്പൊ എല്ലാരും കളിക്കാൻ റെഡിയാണോ? ആണോ? റെഡിയാണോ? തന്നെ? എങ്കിൽ എല്ലാരും റെഡിയാണ് എന്നൊന്ന് ഉറക്കെ പറഞ്ഞേ. അയ്യോ, അത് സൗണ്ട് ഇല്ലല്ലോ. റെഡിയാണോ? അവന് മാത്രമേ സൗണ്ട് ഉള്ളൂ. നീ ഇങ്ങ് വാ. അപ്പൊ ഇവര് റെഡിയാണ് ഇന്ന് കളിക്കാന്. ഒരു സൗഹൃദ മത്സരമല്ലേ? ജയിക്കുവോ? നീ ജയിക്കോ? ജയിക്കോ? ഉറപ്പാണ്? പറ്റുന്നത് പോലെ പരിശ്രമിക്കാം. പറ്റുന്നത് പോലെ പരിശ്രമിക്കാം. ഒരു ക്ലാപ്പ് എടുത്തേ. ഞാനിപ്പോൾ ഒരു 2 വർഷമായിട്ട് നമ്മൾ നോർത്ത് USA കീഴിൽ തെറാപ്പി കൊടുക്കുന്നുണ്ട് മോൾക്ക്. ഒരുപാട് പ്രോഗ്രാംസിൽ ഇൻക്ലൂഡ് ആവാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് നല്ലതായിട്ടാണ് തോന്നുന്നത്. ഒന്നാമതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഇങ്ങനത്തെ ഒരു സംരംഭം ആകുമ്പോഴത്തേക്കും
നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതെന്ന് വെച്ചാൽ ഫിനാൻഷ്യലി ഒരുപാട് ബാക്ക് നിൽക്കുന്നവർക്കായാലും ഇതൊക്കെ ഒരുപാട് യൂസ്ഫുള്ളാണ്. വളരെ കൗതുകമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തോരം കഴിവുള്ള കുട്ടികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവരെ ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന അവരുടെ പേരൻസും അതേപോലെ തന്നെ ടീച്ചേഴ്സും അതേപോലെ തന്നെ നമ്മുടെ സർക്കാരും ഇതിനു വേണ്ടി ശ്രമിക്കുന്ന ഈ ഒരു ഫലത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ ആ ഒരു കഴിവുകൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. ഇനി അവർ ഉയരങ്ങളിലേക്ക് കടക്കട്ടെ. എന്തായാലും എനിക്കും ഭയങ്കര സന്തോഷമുള്ള നിമിഷങ്ങൾ തന്നെ സമ്മാനിച്ചു. വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ ഇവിടുന്ന് വിട പറയുകയാണ്. ക്യാമറമാൻ അരവിന്ദ് എന്നോടൊപ്പം രഞ്ജിനി, കേരള കൗമുദി.